नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हम महादेवी वर्मा और उसके रेखा चित्र सोना हिरनी के बारे में कुछ पढ़ा। महादेवी वर्मा के बारे में कहें तो वह छायावाद के प्रमुख कवयित्री माना जाता है। वे आधुनिक काल की मीरा नाम से जाना जाता है। उनकी एक प्रमुख रचना है यामा। ये ज्ञानपीठ पुरस्कार प्राप्त रचना है। यहाँ हम एक रेखा चित्र है सोना हिरणी। सोना के बारे में आज महादेवी वर्मा को याद आती है। इसका कारण यह है कि डॉक्टर धीरेंद्रनाथ बसु की पौत्री सुस्मिता ने उसके एक हिरण के बारे में लिखा था। उसका पालन करने के लिए बीते कुछ महीनों में सुस्मिता ने लिखी। बीते कुछ महीनों में हम उससे बहुत स्नेह करने लगे हैं, लेकिन आज अनुभव करती हूँ कि सघन जंगल से संबंध रहने के कारण और अब बड़े होने के कारण उसको घूमने के लिए अधिक जगह होना चाहिए। इस कारण से महादेवी वर्मा को लिखा है। കാരണം കൊണ്ടാണ് മഹാദേവി വർമ്മയ്ക്ക് എഴുതാനുള്ള കാരണം, സുസ്മിത എഴുതാനുള്ള കാരണം അവരെ കൊണ്ട് പറ്റില്ല എന്നായി. കാരണം അതിനൊരുപാട് സ്ഥലം ആവശ്യമുണ്ടെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് മഹാദേവി വർമ്മ നന്നായി നോക്കുമെന്ന് കരുതിയിട്ടാണ് ഇവിടെ മഹാദേവി വർമ്മയ്ക്ക് ലെറ്റർ എഴുതുന്നത്. ആ സമയത്താണ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ സോന ഹിരണിയെക്കുറിച്ച് മഹാദേവി വർമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. സോനയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ സോനയെ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. उसका शरीर सुनहरे रंग के रेशमी लच्छों की गांड के समान बहुत കോമൾ ശരീർ था. വളരെ സുന്ദരമായ സ്വർണ്ണ നിറത്തോടു കൂടിയ നല്ല പട്ടിൻ്റെ നൂലുണ്ട പോലെയുള്ള ശരീരത്തോടു കൂടിയ മാൻകുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ചോട്ടാസ മുഖ് और ബടി ബടി പാനിദാർ ആങ്കേ ഹേ, അതായത് ചെറിയ വായയായിരുന്നു. അതുപോലെ തന്നെ കണ്ണിലിങ്ങനെ വെള്ളം വരുന്നത് പോലെയുള്ള വലിയ കണ്ണുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ പല പേരുകളിലാണ് അവിടെ പരിചയപ്പെടുത്തിയിരുന്നത്. സോന, സുവർണ, സ്വർണ്ണലേഖ ആദി നാം ഉൻകാ പരിചയ ബൻകെ. അങ്ങനെ പല പേരിൽ സുൻഹലെ രംഗ അല്ലെങ്കിൽ സുൻഹരെ രംഗ ഹോനൊക്കെ കാരൻ സ്വർണ്ണ നിറം ആയതുകൊണ്ടാണ് അങ്ങനെ പേര് പലരും ആ പേരിലാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ഈ യഹാ സോനയ്ക്ക് കഥ യഹാ മനുഷ്യക്ക് നിഷ്ഠുരതയ്ക്ക് കഥ ഹേ. മനുഷ്യൻ്റെ ക്രൂരതയുടെ കഥയാണ് ഇവിടെ സോനയുടെ കഥ എന്ന് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. मैं प्रायः सोचती हूँ कि मनुष्य जीवन की ऐसी सुंदर ऊर्जा को निष्क्रिय और जड़ बनाने के कार्य को मनोरंजन कैसे कहता है. മഹാദേവൻ പറയണത് ഞാൻ മിക്കവാറും ചിന്തിക്കുന്നൊരു കാര്യമാണ്. മനുഷ്യ ജീവിതത്തിലെ ഇത്രയും സുന്ദരമായിട്ടുള്ള ഊർജമുള്ള ഒരു ജീവിയെ അതിനെ നിഷ്ക്രിയ और ജഡ് ബനാനേക്കെ കാര്യക്കോ, അതിനെ നിഷ്ക്രിയമാക്കുക അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിനെ എങ്ങനെയാണ് നമ്മൾ മനോരഞ്ജൻ കൈസകത്ത, എങ്ങനെയാണ് അതിനെ നമ്മൾ മനോരഞ്ജൻ എന്ന് പറയുക, അതായത് രസകരമായ കാര്യമായിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. മനുഷ്യ മൃത്യുക്കോ അസുന്ദർഹീനഹീം അപവിത്ര ഭീ മാനതാ ഹേ. മനുഷ്യൻ മരണത്തെ സുന്ദരമായിട്ടല്ല കണക്കാക്കുന്നത്, അപവിത്ര ഭീ മാനതാ ഹേ. അത് അപവിത്രമായിട്ടുള്ള പവിത്രമല്ലാത്തൊരു കാര്യമായിട്ടാണ് മരണത്തെ ഇവിടെ കണക്കാക്കുന്നത്. ഉസ്കെ പ്രിയതം ആത്മീയ ജനക ശൗ ഭി उसके निकट अपवित्र अस्पृश्य तथा ഭയജനക ഹോടുത്താ ഹേ. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ഡെഡ് ബോഡി കാണുമ്പോൾ ചിലർക്ക് പേടിയായിരിക്കും, തൊടില്ല. അതുപോലെ തന്നെ പവിത്രമായിട്ടൊരു കാര്യമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ പറയുന്നത് അതാണ്, ഉസ്കെ പ്രീതം ആത്മീയ ജനക ശോഭി. അതായത് നമ്മുടെ എത്രയും പ്രിയപ്പെട്ട സ്വന്തം ആളുകളുടെ ഡെഡ് ബോഡി ആണെങ്കിലും ഉസ്കെ നിക്കട് അവരുടെ അടുത്ത് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, അപവിത്ര അസ്പൃശ്യ. അപവിത്രം എന്ന് പറഞ്ഞാൽ പവിത്രമല്ലാത്തത്, അസ്പൃശ്യം എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്ത തരത്തിൽ തഥാ ഭയജനക ഹോടുത്താഹി. അതായത് പല രൂപത്തിലാണ് നമ്മൾ അതുവരെ മനുഷ്യ ജീവനുണ്ടായിരുന്ന സമയത്ത് അത് സുന്ദരമായിട്ട് കണക്കാക്കിയിരുന്നു, പവിത്രമായിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അത് പവിത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ തൊടാറില്ല, അതുപോലെ തന്നെ അത് ഭയമുണ്ടാക്കുന്നതാണ്. ജബ് മൃത്യു ഇത്തനെ അപവിത്ര और असुंदर है तब उसे बांटते घूमना
क्यों अपवित्र और असुंदर कार्य नहीं है ये हमें समझ नहीं पाती. ഇവിടെ മരണം എന്ന് പറയുന്നത് അപവിത്രമാണ്, സുന്ദരമല്ല. അതുപോലെ തന്നെ ഉസേ ബാണ്ട്തെ ഘൂമനാക്യും അപവിത്ര और असुंदर कार्य नहीं है. അപ്പോൾ അതിനെ എന്താ പറയുക, അതിനെ വിഭജിച്ച് അതിനെ രണ്ടാക്കി വേർതിരിച്ച് നടക്കുക എന്ന് പറയുന്നത് അപവിത്ര और असुंदर कार्य नहीं है. അത് അപവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അസുന്ദരമായിട്ടുള്ള കാര്യമല്ല, അത് സുന്ദരമായിട്ടുള്ള കാര്യമാണ്. ഈ ഹമേ സമച്ച് നഹി പാത്തി, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ മരണം എന്ന് പറയുന്നത് अपवित्र और असुंदर है. आकाश में रंग बिरंगे फूलों की गठाओं के समान उड़ते हुए और वीणा, वंशी, मूर्ज, जलतरंग आदि का वृंदवादन ऑर्केस्ट्रा बजाते हुए पक्षी कितने सुंदर जान पड़ते हैं. ആകാശത്തിലെ രംഗ് ബിരംഗി ഫൂലം കി ഗഡാവും കെ സമാൻ, വളരെ കളർഫുള്ളായിട്ടുള്ള പൂക്കളുടെ മാല പോലെ, ഫൂലോം കി ഘടാവും കെ സമാൻ, അതായത് മേഘമാല പോലെ, ഉഡ്തേ ഹുയേ, പറന്നുകൊണ്ടിരിക്കുന്ന. നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ പക്ഷികൾ കൂട്ടമായിട്ട് ഇങ്ങനെ മാല പോലെ അങ്ങനെ കൂട്ടമായിട്ട് അവർ പോകുന്നത്, ഒറ്റയ്ക്കല്ല, അങ്ങനെ മാലയുടെ ഷേപ്പിലൊക്കെ അവർ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആകാശ് മേ രംഗ് ബിരംഗി ഫൂലം കി ഗഡാവും കെ സമാൻ, രംഗ് ബിരംഗി എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള, ഫൂലം കി ഗഡാവും കെ സമാൻ എന്ന് പറഞ്ഞാൽ മേഘമാല പോലെ. ഉഡ്തേ ഹുയേ और वीणा, वंशी, मूर्ज, जलतरंग आदि का वृंदवादन बजाते हुए പക്ഷി കിത്തനെ സുന്ദർ ജൻ പടുത്തെ ഹേ. അതുപോലെ വീണ, ഓടക്കുഴൽ, മൃദംഗം. വീണ എന്ന് പറഞ്ഞാൽ വീണ, വംശി എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട്, ഓടക്കുഴൽ, മൂർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദംഗം, ജലതരംഗ് ആദിക വൃന്ദാവൻ, അതും ഒരു ഓർക്കസ്ട്രയാണ്. ജലതരംഗ് ആദിക വൃന്ദവാദൻ ഓർക്കസ്ട്ര. ഇപ്പോൾ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാദ്യങ്ങൾ. ഈ ബജാത്തെ ഹുയെ പക്ഷി കിത്തനെ സുന്ദർ ജാൻ പടുത്തെ ഹേ. അപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ട് പോകുന്ന ഈ പക്ഷികൾ, അത് നമുക്ക് കാണുമ്പോൾ എത്രയോ സുന്ദരമായിട്ടാണ് തോന്നാറ്. അപ്പോൾ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷികളാണെന്ന് പറയുന്നത്. മനുഷ്യനെ ബന്ദൂക്ക് ഉടായി നിശാന സാദ और कई गाते उड़ते पक्षी धरती पर ढेले के समान आघिरे. മനുഷ്യനെ ബന്ദൂക്കുടായി, അത് തോക്കെടുക്കുന്നു, ബന്ദൂക്ക് എന്ന് തോക്ക്. നിശാന സാദ, ലക്ഷ്യം വയ്ക്കുക, ഈ പറന്നു പോകുന്ന പക്ഷിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്. കൈ ഗാത്തെ ഉടുത്തെ പക്ഷി, അങ്ങനെ ഈ തോക്കിനെ ഉന്നം വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിക്കൊണ്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പക്ഷികൾ ധർത്തി പർ ഡേലേക്ക് സമാൻ, ഡേലേക്ക് സാമനെ ആകിരെ, നമ്മുടെ മണ്ണിൽ, ഭൂമിയിൽ ഡേലേക്ക് സാമനെ, അതായത് മൺതിട്ടയുടെ മുന്നിലായിട്ട് ആകിരെ, ഒരു മണ്ണിലേക്ക് വീഴുന്നു. അതായത് ഈ പറന്നു പോകുന്ന പക്ഷികളെ വെടിവെച്ചിടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പാട്ടും പാടി ഇങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള പക്ഷികൾ പറന്നു പോകുമ്പോൾ അതിനെയൊക്കെ വെടിവെച്ച് താഴത്തേക്ക് ഇടുന്നു എന്ന് പറയുന്നത്. ഡേലേക്ക് സാമനെ ആകിരെ, അപ്പോൾ മൺതിട്ടയുടെ അടുത്ത് വന്ന് വീഴുന്നുമില്ല. കിസി കി ലാൽ പീലി चोंच वाली गर्दन टूट गई है, किसी के पीले सुंदर पंजे डेटे हो गए हैं और किसी के इंद्रधनुषी पंख बिखर गए हैं. ഇപ്പോൾ വെടിയേറ്റ് വീഴുന്ന പക്ഷികൾ അവരുടെ ലാൽ പീലി ചോഞ്ച് വാലി ഗർദൻ, മഞ്ഞയും ചുവപ്പൊക്കെ നിറത്തിലുള്ള, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ. അപ്പോൾ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ചോഞ്ച് വാലി എന്ന് പറഞ്ഞാൽ, ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്കുകളുള്ള ഈ കിളികളിലെ ഗർദൻ ടൂട്ട് ഗയി ഹെ, അവരുടെ കഴുത്തൊടിഞ്ഞു പോകുന്നു. അപ്പോൾ വളരെ പറന്നു പോകുന്ന ഈ പക്ഷികളെ വെടിവെച്ചിടുമ്പോൾ അവർ താഴെ വന്ന് വീണിട്ട് അവരുടെ കഴുത്തൊടിയുന്നു. കിസി കെ പീലെ സുന്ദർ പഞ്ചേ ഡേറ്റെ ഹോകയെ, ചില പക്ഷികളിലെ നല്ല മഞ്ഞ നിറത്തിലുള്ള സുന്ദരമായിട്ടുള്ള ആ അത് കാല്, അതെന്ത് ചെയ്യുന്നു, ടേറ്റെ ഹോകയെ ഹേ, അതൊക്കെ വളഞ്ഞു പോകുന്നു. ആ നഖത്തോടു കൂടിയ നഖങ്ങളൊക്കെ വളഞ്ഞു പോകുന്നു. അവർ കിസി കെ ഇന്ദ്രധനുഷി പങ്ക് ബിക്കർ ഗേ ഹേ, ഇന്ദ്രധനുഷി പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദ്രധനുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോ ആണ്, മഴവില്ല് പോലെ. ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവില്ല്. മഴവില്ലിൻ്റെ പ്രത്യേകത എന്താ, കളറുകൾ, ഒരുപാട് കളറുകളുണ്ട് അല്ലേ. അപ്പോൾ കിസിക്ക് ഇന്ദ്രധനുഷി പങ്ക് ബിക്കർ ഗേ ഹേ, ചിലരുടെ നല്ല ഭംഗിയുള്ള മഴവില്ല് പോലെയുള്ള ഈ ചിറകുകളൊക്കെ, അതേപോലെ കളറുകളിലെ ചിറകുകളൊക്കെ ബിക്കർ ഗേ ഹേ, അതെല്ലാം ഇല്ലാതെ വന്നു, സ്പ്രെഡായിട്ട് പോന്നു. ക്ഷത് വിക്ഷത് രക്തസ്നാദ് और उन मृद अर्धमृद लघु गीतों में न अब संगीत है न सौंदर्य, परंतु तब भी मारने वाला अपनी सफलता पर नाच उठता है. ക്ഷത് വിക്ഷത് എന്ന് പറഞ്ഞാൽ മുറിവേറ്റ,
ക്ഷതവിക്ഷത് എന്ന് പറഞ്ഞാൽ മുറിവേറ്റ, രക്തസ്നാത് അതായത് രക്തം ഒലിക്കുന്ന, മൃത് അർദ്ധമൃത് ലഘുഗീതോമേ ആ മൃതപ്രായരായിട്ടുള്ള അല്ലെങ്കിൽ പകുതി മരിച്ചിട്ടുള്ള ആ ലഘുഗീതോമേ ആ പക്ഷികളിലെ ചെറുതായിട്ടുള്ള പക്ഷികളിലെ പാട്ടുകളിൽ ന അപ്പ് സംഗീത ഹേ ഇപ്പം അവരിലെ സംഗീതമില്ല, ന സൗന്ദര്യമില്ല. പരന്തു തബ്ബി മാർനെ വാല അപ്പനി സഫലതാപ്പർ നാച്ചുടുത്ത ഹേ പക്ഷേ കൊന്നവരെ അവർക്ക് കൊല്ലാൻ സാധിച്ചു എന്നുള്ള സാഫല്യം നേടിയിട്ട് അവർ നാച്ചുടുത്ത ഹേ അവർ സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നു. അപ്പോൾ സോനയുടെ കഥ എന്ന് പറഞ്ഞപ്പോൾ സോനയുടെ ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ സോന തന്നെ മാൻകുട്ടിക്ക് ഉണ്ടാകുന്നത് ഇത് തന്നെയാണ്. ഇവിടെ ആകാശത്തിൽ നമ്മൾ പൂക്കളുടെ മാല പോലെ, മേഘമാല പോലെ പറന്നു വരുന്ന പക്ഷികൾ വളരെ സുന്ദരമാണ്. അവർ പാട്ടുകൾ പാടിക്കൊണ്ട് വളരെ സുന്ദരമായ മഴവില്ലിൻ്റേതായിട്ടുള്ള കളറുകളോടുകൂടിയ ചിറകുകളൊക്കെ വിരിച്ചവർ ആകാശത്തുകൂടെ ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് മനുഷ്യരെന്ത് ചെയ്യുന്നു? തോക്കെടുത്ത് വെടിവെച്ചവരെ താഴെയിടുന്നു. ചിലരുടെ കഴുത്തൊടിയുന്നു, ചിലരുടെ ചിറകുകളൊക്കെ കൊഴിയുന്നു. അതുപോലെ തന്നെ ചിലരുടെ കാലുകൾ അതെല്ലാം വളയുന്നു. അങ്ങനെ രക്തം ഒലിപ്പിച്ച് മുറിവേറ്റ് മൃതപ്രായരായിട്ട് മരിച്ചിട്ടുമൊക്കെ അവിടെ കിടക്കുന്ന ഈ പക്ഷികളിൽ ഇപ്പോൾ സംഗീതമില്ല, സൗന്ദര്യമില്ല. പക്ഷെ അവരെ കൊല്ലാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് ആ മനുഷ്യർക്ക് അവരതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷി ജഗത് മേ ഹി നഹി പശു ജഗത് മേ ബി മനുഷ്യക്ക് ധ്വംസലീല ഐസി ഹി നിഷ്ഠൂർ ഹേ. ഇവിടെ പറയുന്നത് പക്ഷി ജഗത് മേ ഹി നഹി പക്ഷി ലോകത്ത് മാത്രമല്ല, പശു ജഗത് മേ ബി അതായത് മൃഗലോകത്തും, മനുഷ്യക്ക് പശു എന്ന് പറഞ്ഞാൽ മൃഗമാണ്, എനിമലാണ്. പശു ജഗത് മേ ബി മനുഷ്യക്ക് ധ്വംസലീല എന്ന് ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കൽ, എല്ലാം നശിപ്പിക്കുന്ന പ്രവണത. ഐസി ഹി നിഷ്ഠൂർ ഹേ ഇപ്പം ഇവിടെ പക്ഷിലോകത്ത് മാത്രമല്ല മൃഗലോകത്തും മനുഷ്യന്മാരുടെ ക്രൂരത നമുക്ക് കാണാനായിട്ട് സാധിക്കും. പശു ജഗത് മേ ഹിരൺ ജൈസ നിരീഹ और सुंदर पशु नहीं है, उसकी आंखें तो मानो करुणा की चित्रലിപി है. മൃഗലോകത്ത് മാനിനെ പോലെയുള്ള നിരീഹ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായിട്ടുള്ള, അവർ സുന്ദരമായിട്ടുള്ള പശു നഹി ഹേ വേറെ മൃഗങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഉൻകി ആംഖ്യം തോ മാനോ കരുണാക്കി ചിത്രലിപി ഹേ മാനിൻ്റെ കണ്ണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കരുണയുടേതായിട്ടുള്ള ചിത്രലിപികളാണ് ഈ മാനിൻ്റെ കണ്ണുകൾ നമുക്ക് തോന്നും. നമ്മൾ നേരത്തെ പറഞ്ഞ ബെടി പാനീതറാങ്കി അതായത് ഇപ്പം നിറഞ്ഞു തുളുമ്പെന്ന് തോന്നുന്ന തരത്തിലുള്ള കണ്ണുകളാണ് മാനിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടു തന്നെ കഴിഞ്ഞാൽ ഇവിടെ പറയും ഇത്രയും നിഷ്കളങ്കരായിട്ടുള്ള, ഇത്രയും സുന്ദരമായിട്ടുള്ള, കാണാത്രയും ഭംഗിയുള്ള വേറെ മൃഗമില്ല എന്ന് പറയുന്നത്. എൻ്റെ കണ്ണുകളെന്ന് പറയുന്നത് കരുണാക്കി ചിത്രലിപി ഹേ. परंतु इसका भी गेदिमय सजीव सौंदर्य मनुष्य का मनोरंजन करने में असमर्थ है. പക്ഷേ ഇതിൻ്റെ ഗതിമയ സജീവ സൗന്ദര്യം, ഒഴുകുന്ന സജീവമായിട്ടുള്ള സൗന്ദര്യം, ഗതിമയ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന, ചലിക്കുന്ന സജീവമായ സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യക്ക മനോരഞ്ജൻ കർണമേ മനുഷ്യനെ രസിപ്പിക്കുന്ന കാര്യത്തിൽ അസമർത്ഥ ഹേ കഴിവില്ല എന്നാണ് പറയുന്നത്. അസമർത്ഥ ഹേ. मानव को जो जीवन का श्रेष्ठतम रूप है, जीवन के अन्य रूपों के प्रति इतनी वितृष्णा और विरक्ति और मृत्यु के प्रति इतना मोह और इतना आकर्षण क्यों? അപ്പോൾ മാനവക്കോ ജോ ജീവൻ കാ ശ്രേഷ്ഠതം രൂപ ഹേ മനുഷ്യൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠതമായിട്ടുള്ള രൂപമാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് മനുഷ്യജീവിതമാണ്. ജീവൻ കെ അന്യരൂപം കെ പ്രതി ഈ മനുഷ്യർക്ക് ജീവിതത്തിലെ അന്യരൂപം കെ പ്രതി മറ്റുള്ള രൂപങ്ങളോട് ഇത്തിനി വിതൃഷ്ണ ഇത്രയും വെറുപ്പ്, और വിരക്തി അവഗണന, और മൃത്യു കെ പ്രതി ഇത്തന മോഹ മരണത്തോടുള്ള ഇത്രയും മോഹം, और ഇത്തന ആകർഷൺ ക്യോം എന്തുകൊണ്ടാണ് ഇത്രയും ആകർഷണം? അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതമായിട്ടുള്ള രൂപമാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് മനുഷ്യജീവനാണ്. ഈ മനുഷ്യനെ മറ്റുള്ള മൃഗങ്ങളോട് എന്തുകൊണ്ടാണ് ഇത്രയും വെറുപ്പ്, വിരക്തി, അതുപോലെ തന്നെ മരണത്തോട് അതായത് അവരെ കൊല്ലാനായിട്ടുള്ള മോഹം എന്തുകൊണ്ടാണ്, അതിനുള്ള ഇത്ര ആകർഷണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.
बेचारी सोना भी मनुष्य की इसी निष्ठुर मनोरंजन प्रियता के कारण अपने अरण्य परिवेश और स्वजाति से दूर मानव समाज में आ पड़ी थी. बेचारी सोना भी, പാവം നമ്മുടെ സോനയും, മനുഷ്യക്ക് ഈ നിഷ്ഠുർ മനോരഞ്ജൻ പ്രീതാക്കിയ കാരണം, മനുഷ്യൻ്റെ ഇത്രയും ക്രൂരമായിട്ടുള്ള, നിഷ്ഠുർ എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ടുള്ള മനോരഞ്ജൻ പ്രീതാക്കിയ കാരണം, ആ രസിപ്പിക്കുക കാരണം, അപ്പനെ അരണ്യ പരിവേഷ്, അരണ്യം എന്ന് പറഞ്ഞാൽ കാട്, കാടിൻ്റെ ആ ചുറ്റുപാട്, പരിവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം, ചുറ്റുപാട്, അവർ സ്വജാതി സേ ദൂർ മാനവ സമാജമേ അപടിത്തി, സ്വന്തം ജാതിയിൽ നിന്ന് അകന്ന് മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടതായിരുന്നു. അപ്പം സോനയുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അതായത് പക്ഷിലോകത്തിൽ മാത്രമല്ല മൃഗലോകത്തിലുണ്ട് മനുഷ്യരുടെ ക്രൂരത എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് പാവം സോന മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് ഇരയായിട്ട് സ്വന്തം കാടിൻ്റെ അന്തരീക്ഷത്തിൽ വളരേണ്ട ആ മാൻകുട്ടി സ്വന്തം ജാതിയിൽ നിന്ന്, മാൻകൂട്ടത്തിൽ നിന്ന് മാറി ഈ മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രശാന്ത് വനസ്ഥലി में जब अलस भाव से रोमंथन करता हुआ मृग समूह शिकारियों की आहट से चौंक कर भागा, तब सोना की मां सद्य प्रसूदा होने के कारण भागने में असमर्थ रही. ഈ സോന എങ്ങനെയാണ് മഹാദേവരുടെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ള കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് മനുഷ്യൻ്റെ ക്രൂരതയുടെ കഥയാണ് ഇനി പറയുന്നത്. എങ്ങനെയാണ് ഈ സോന മഹാദേവരുടെ അടുത്ത് എത്തുന്നത് എങ്ങനെയാണ്? പ്രശാന്ത് വനസ്ഥലീമേ ജബ് അലസ് ഭാവ് സെ രോമന്തൻ കർത്താ ഹുവ, രോമന്തൻ കർണ എന്ന് പറഞ്ഞാൽ മേഞ്ഞ് നടക്കുക, വളരെ പ്രശാന്തമായിട്ടുള്ള ശാന്തമായിട്ടുള്ള വനപ്രദേശത്തിൽ അലസഭാവത്തോടുകൂടി അവിടെ മേഞ്ഞ് നടന്നിരുന്ന മൃഗസമൂഹം, മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ്, മാൻകൂട്ടം, മൃഗസമൂഹം എന്ന് പറഞ്ഞാൽ മാൻകൂട്ടം. ശിക്കാരിയും കി ആഹട്ട് സേ, ശിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കാർ, ആയിട്ടുകാർ. ശിക്കാരിയും കി ആഹട്ട് സേ, ആഹട്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട്. അപ്പോൾ വേട്ടക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ ചൗങ്കർ ബാഗ, ഞെട്ടിയിട്ട് ഓടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ കൂട്ടമായിട്ട് കാട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മാൻകൂട്ടം മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേട്ടക്കാരവിടേക്ക് എത്തുന്നത്. ശബ്ദം കേട്ട് മൃഗങ്ങളെല്ലാം ഞെട്ടി ഓടി. തബ് സോനാക്കി മാം സദ്യപ്രസൂത ഹോനയ്ക്ക് കാരൻ ഭാഗ്നമേ അസമർത്ഥ രഹി. ആ സമയത്ത് സോനയുടെ അമ്മ സദ്യപ്രസൂത, അതായത് അപ്പം പ്രസവിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സദ്യപ്രസൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നൗ ടുഡേ എന്നുള്ള അർത്ഥമൊക്കെ, അത് സദ്യ എന്ന് പറഞ്ഞാൽ അതാണ്. സദ്യപ്രസൂത എന്നാണ്, പ്രസൂത എന്ന് പ്രസവിച്ച, അത് അപ്പം തന്നെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നുള്ള ആ കാരണം കൊണ്ട് ഭാഗ്നമേ അസമർത്ഥരഹി, ഓടാനായിട്ട് സാധിച്ചില്ല, ഓടാനായിട്ട് കഴിഞ്ഞില്ല. സദ്യജാത മൃഗശിശു തോ ഭാഗ് നഹി സക്താത്ത, സദ്യജാത് അപ്പം തന്നെ ജനിച്ച മൃഗശിശുക്കോ മാൻകുട്ടിക്കും ഭാഗ് നഹി സക്താത്ത, ഓടാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. अतः मृगी माम ने अपने संतान को अपने शरीर की ओट में सुरक्षित रखने के प्रयास में प्राण दिए. അങ്ങനെ മൃഗി മാമിനെ, ഈ അമ്മമാൻ, മൃഗി മാം, ഈ മാൻകുട്ടിയുടെ അമ്മ, സോനയുടെ അമ്മ, अपने संतान को अपने शरीर की ओट में सुरक्षित रखने के प्रयास में, എന്താ പറയുക, അമ്മമാൻ എന്ത് ചെയ്തു, ആ സന്താനത്തെ സ്വന്തം ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ, സംരക്ഷണത്തിൽ, ഓട്മേ സുരക്ഷിത രക്ഷയ്ക്ക് പ്രയാസമേ, അതിനെ സുരക്ഷിതമാക്കി വയ്ക്കാനുള്ള ശ്രമത്തിൽ പ്രാന്തിയെ, പ്രാണൻ നഷ്ടപ്പെട്ടു, പ്രാണൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം അപ്പോൾ തന്നെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ മാൻകുട്ടിക്കും അപ്പോൾ തന്നെ ജനിച്ചായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അതിനും ഓടാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ സ്വന്തം ഈ സന്താനത്തെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതമാക്കി വയ്ക്കാനായിട്ട് ഉള്ള ശ്രമത്തിൽ ഈ അമ്മമാൻ അവിടെ പ്രാണൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. पता नहीं दया के कारण या कौतुक प्रियता के कारण शिकारी मृद हिरणी के साथ उसके रक्त से सने और ठंडे स्तनों से चिपटे हुए शावक को जीवित उठा लाए. पता नहीं, അറിയില്ല എന്ത് കാരണം എന്നറിയാം. ദയാക്കെ കാരൻ യാ കൗതുക പ്രിയതാക്കെ കാരൻ, നീ ദയ തോന്നിയിട്ടാണോ അതോ കൗതുകം തോന്നിയിട്ടാണോ ഈ ശിക്കാരി എന്ത് ചെയ്തു എന്ന് പറയുന്നത്,
മൃത ഹിരണിക്ക് സാത്ത് ഈ മരിച്ച മാനിൻ്റെ കൂടെ തന്നെ ഉസ്കെ രക്തസേ സനെ ആ മാൻ്റെ രക്തത്തിൽ മുങ്ങിയിട്ടുള്ള ആ ടണ്ടേ സ്ഥനം സേ ചിപ്പിട്ടേ ഹുയി ആ തണുത്ത സ്ഥലത്തിൽ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നിരുന്ന ഉസ് ശാവകോ ആ മാൻകുട്ടിയെ ഹരിൻ ശാവക എന്ന് പറഞ്ഞാൽ മാൻകുട്ടി ആ മാൻകുട്ടിയെ ചെയ്തു ഉടാലായ ജീവിതത്തിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ആ ശിക്കാരിക്ക് ആ മാൻകുട്ടിയോടുള്ള ദയ തോന്നിയിട്ടാണോ അതോ കൗതുകം കാരണമാണോ എന്നറിയില്ല, ആ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഈ അമ്മമാനിൻ്റെ ഒപ്പം തന്നെ അതിനോട് പറ്റിച്ചേർന്ന് കിടന്നിരുന്ന ഈ മാൻകുട്ടിയെ കൂടെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. उनमें से किसी के परिवार की सदै गृहिणी और बच्चों ने उसे पानी मिला दूध पिला पिलाकर 2-4 दिन जीवित रखा. उनमें से किसी के परिवार की ആ ശിക്കാരികളിലെ വേട്ടക്കാരിലെ ആരുടെയോ ഒരു കുടുംബത്തിൻ്റെ കിസിക്ക് പരിവാർക്ക് സദൈ ഗൃഹിണി ആ കുടുംബത്തിലെ ഏതൊരു വേട്ടക്കാരൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഉനക്ക് ബച്ചോംനെ കുട്ടികളും ഉസേ പാനി മില ദൂത് പിലാക്കർ അതായത് വെള്ളം ചേർത്ത് നേർപ്പിച്ച പാല് കുടിപ്പിച്ചിട്ട് 2-4 दिन ജീവിതരേഖ അങ്ങനെ 2-4 ദിവസം നമ്മുടെ ഈ സോന എന്ന് പറയുന്ന മാൻകുട്ടി അവിടെ ജീവിച്ചു. അപ്പോൾ ശിക്കാരി വീട്ടിൽ കൊണ്ടുപോയി അയാളുടെ ഭാര്യയും മക്കളും അതിനെ പാല് കൊടുത്ത് അതായത് വെള്ളം മിക്സ് ചെയ്തിട്ട് പാല് കൊടുത്ത് അങ്ങനെ 2-4 ദിവസം സോന അവിടെ ജീവിച്ചു. സുസ്മിത ബസു के समान ही किसी बालिका को मेरा स्मरण हो आया और वह उस अनाथ शावक को मुमूर्ष अवस्था में मेरे पास ले आई. ഈ സുസ്മിത ബസുവിനെ പോലെ തന്നെ സുസ്മിത ബസുവാണ് നമ്മൾ മാൻകുട്ടിയെ വളർത്തുന്ന കാര്യം പറഞ്ഞ് എഴുതിയപ്പോഴാണ് സോനയെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നത്. അപ്പോൾ സുസ്മിത ബസുവിനെ പോലെ കിസി ബാലികക്കോ മേര സ്മരൺ ഹോയ ഏതോ ഒരു പെൺകുട്ടിക്ക് എന്നെക്കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ ഉസ് അനാഥ ശാവക്കോ അവൾ എന്ത് ചെയ്തു ആ അനാഥയായിട്ടുള്ള ആ മാൻകുട്ടിയെ മുമൂർഷ് അവസ്ഥാമേ മുമൂർഷ് എന്ന് പറഞ്ഞാൽ മരണാസന്ന എന്നുള്ള അർത്ഥം മരണാസന്നമായിട്ടുള്ള അവസ്ഥയിൽ അതായത് അമ്മമാൻ മരിച്ചുപോയി ഈ കുട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നല്ലോ 2-4 ദിവസമൊക്കെ ഒരു പാലൊക്കെ കൊടുത്തിട്ട് അതിനെ നോക്കി അതിന് മരണാസന്നമായിട്ടുള്ള അവസ്ഥയിൽ മേരെ പാസ്ലേ ആയി എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. शावक अवांछित तोदा ही उसके बचने की आशा भी दूर मिल थी, परंतु मैंने उसे स्वीकार कर लिया. शावक അവാഞ്ചിത് തോതാഹി അതായത് മാൻകുട്ടിയെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഉസ്കെ ബച്നേക്ക് ആശ പക്ഷെ അതിനെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ധൂമിൽത്തി ഒരു ചെറിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കുട്ടിയെ മാൻകുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പരന്തു മേനെ ഉസേ സ്വീകാർ കർലിയ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആ മാൻകുട്ടിയെ ഞാൻ സ്വീകരിച്ചത്. ഇപ്പം മാൻകുട്ടിയെ വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ രക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഉള്ളിലുണ്ടായിരുന്നു. ധൂമിൽ ദി അതായത് ഒരു മങ്ങിയ ഒരാഗ്രഹം. ധൂമിൽ എന്ന് പറഞ്ഞാൽ ഡിം എന്നുള്ള അർത്ഥം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മേനെ ഉസേ കർലിയ ഞാൻ സോനയെ സ്വീകരിച്ചു. സ്നിഗ്ധ സുൻഹലെ രംഗ് കെ കാരൻ സബ് ഉസേ സോന കഹനെ ലഗെ. വളരെ സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് സുൻഹലെ രംഗ് കെ സ്വർണ്ണ നിറത്തോടു കൂടിയ സുൻഹലെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തോടു കൂടിയ മാൻകുട്ടിയായിരുന്നു. അതുകൊണ്ട് സബ് ഉസേ സോന കഹനെ ലഗെ. അതുകൊണ്ട് എല്ലാവരും അവളെ സോന എന്ന് വിളിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് സോന എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? സ്നിഗ്ധ സുൻഹലെ രംഗ് കെ കാരൻ സബ് ലോഗ് ഉസേ സോന കഹനെ ലഗെ. എല്ലാവരും അവളെ സോന എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. दूध पिलाने की शीशी, ग्लूकोज, बकरी का दूध आदि का सब कुछ एकत्र करके उसे पालने का कठिन अनुष्ठान आरंभ हुआ. ഇങ്ങനെ ദൂത് പിലാനേക്ക് ശീശി എന്ന് പറഞ്ഞാൽ ബോട്ടിൽ പാൽ കൊടുക്കാനുള്ള കുപ്പി, പാൽക്കുപ്പി, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, അതുപോലെ ബക്കരിക്ക ദൂത് ആടിൻ്റെ പാല്, ഈ സബ് കുച്ച് ഏകത്രകർക്ക് എല്ലാം കളക്ട് ചെയ്തിട്ട് ഉസേ പാലിനേക്കാ കഠിന അനുഷ്ഠാനം ആരംഭിക്കുക. ആ മാൻകുട്ടിയെ പരിപാലിക്കാനുള്ള കഠിനമായിട്ടുള്ള അനുഷ്ഠാനം അവിടെ മഹാദേവി വർമ്മ ആരംഭിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് അവൾക്ക് വേണ്ടിയിട്ട് സോനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ
കളക്ട് ചെയ്തെന്ന് പറയുന്നത് ദൂത് പിലാനേക്ക് ശേഷി, പാൽക്കുപ്പി, ग्लूकोस, बकरी का दूध, ये सब एकत्र करके उसे पालने का कठिन अनुष्ठान आरंभ हुआ. അതിനെ പരിപാലിക്കാനുള്ള ആ ശ്രമം അവിടെ മഹാദേവർമ്മ ആരംഭിച്ചു. उसका मुख इतना छोटा सा था कि उसमें शीशी का निपल समाता ही नहीं था. उस पर उसे पीना भी नहीं आता था. അവളുടെ മുഖം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ചോട്ട മുഖ്, അതായത് വളരെ ചെറിയ വായയായിരുന്നു. ഉസ്കാ മുഖ് ഇത്തന ചോട്ടാ സാധ, അതിൻ്റെ മുഖം അല്ലെ വായ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് ഉസ്മേ ശീശിക്ക നിപ്പിൾ സമാത്ത ഹീനഹീന്ത, അതുകൊണ്ട് ഈ ബോട്ടിലിൻ്റെ മുകളിൽ നിപ്പിൾ സമാത്ത ഹീനഹീന്ത, അതായത് നിപ്പിള്, പാൽക്കുപ്പിയുടെ മുകളിൽ നിന്ന് നിപ്പിള് തമ്മിൽ ചേർന്നിരുന്നിരുന്നില്ല എന്ന് പറയുന്നത്. ഉസ് പർ ഉസേ പീന ബിനഹിയാത്താത്ത, ആ നിപ്പിളിട്ട് കഴിഞ്ഞാൽ സോനയ്ക്ക് അത് കുടിക്കാനും അറിയില്ലായിരുന്നു. അപ്പോൾ ചെറിയ മുഖമാണ്, ചെറിയ വായായിരുന്നു. ആ ബോട്ടിലിനുള്ളിൽ നിപ്പിളാണെങ്കിൽ ചേർന്നിരുന്നിരുന്നില്ല. ഇനി നിപ്പിളിട്ട് കഴിഞ്ഞാലോ ഉസേ പീന ബിനഹിയാത്താത്ത, അതിനെ കുടിക്കാനും അറിയില്ലായിരുന്നു. फिर धीरे धीरे उसे पीना ही नहीं, दूध की बोतल पहचाना भी आ गया. സോന ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് പതുക്കെ പതുക്കെ അവൾ കുടിക്കുക മാത്രമല്ല ദൂത് കി ബോത്തിൽ, ഈ പാൽക്കുപ്പിയെ പഹ്ചാന ബി ആ ഗയ, തിരിച്ചറിയാനും തുടങ്ങി. അപ്പം ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റി തുടങ്ങി എന്ന് പറയുന്നത്. आंगन में कूदते फांदते हुए भी भक्तिन को बोतल साफ करते देखकर वह दौड़ाती और अपनी तरल चकित आंखों से उसे ऐसे देखने लगती मानो वह कोई सजीव मित्र हो. എന്ന് പറയുന്നത് ഇപ്പോൾ ആ പാൽക്കുപ്പിയെ തിരിച്ചറിയാൻ പറ്റി തുടങ്ങി. അങ്ങനെ ആങ്കന്മേ കൂതത്തെ ഫാൻതേ ഹുയേ ബി, ആ വീടിൻ്റെ മുറ്റത്ത് തുള്ളിച്ചാടി നടന്നുകൊണ്ട് ഭക്തിൻ കോ ബോത്തിൽ സാഫ് കർത്തേ ദേക്കർ, ഭക്തിൻ എന്ന് പറയുന്നത് മഹാദേവർമ്മയുടെ സെർവൻ്റാണ്, സന്തത സഹചാരി എന്ന് പറയാം. അവസാനം വരെ മഹാദേവർമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സെർവൻ്റാണ് ഭക്തിൻ, അതായത് സഹോദരിയുടെ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. ഭക്തിൻ കോ ബോത്തിൽ സാഫ് കർത്തേ ദേക്കർ, അപ്പം ഭക്തിൻ അവിടെ ഇരുന്നിട്ട് ഈ ദൂദ്ക ബോത്തിൽ, അതായത് ഈ പാൽക്കുപ്പി അവിടെ വൃത്തിയാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വഹ ദൗഡാത്തി, സോന ഓടി വരുമായിരുന്നു. അവർ അപ്പനി തനൽ ചകിതാങ്കോംസേ, അവളുടെ വളരെ കോമളമായിട്ടുള്ള ഇളകുന്ന ആ കണ്ണുകളാൽ ഉസൈസേ ദേഖ്നയിലെത്തി, അവളിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. മാനവ കോയി സജീവ് മിത്രഹോ, കാണുന്നവർക്ക് തോന്നും ഏതോ നല്ലൊരു സജീവമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ പോലെ നിന്ന് നോക്കുന്നതായിട്ട് തോന്നുമായിരുന്നു. കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നു പറയുന്നത്. അപ്പോൾ അത്രയും വളരെ നിഷ്കളങ്കയായ ഒരു മാൻകുട്ടിയാണ്. അത് ഓടി വന്ന് പാൽക്കുപ്പി എടുക്കണ കണ്ടു കഴിഞ്ഞാൽ കഴുകുന്നതൊക്കെ നോക്കി അങ്ങനെ നിൽക്കും, ഏതൊരു ഫ്രണ്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയാണ് അവിടെ നോക്കി നിന്നിരുന്നതെന്ന് പറയുന്നത്. उसने रात में मेरे पलंग के पाए से सटकर बैठना सीख लिया था, पर वहाँ गंदा न करने की आदत कुछ दिनों के अभ्यास से पट सकी. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ ഉസ്നെ രാത്ത് മേ മേരെ പളങ്ക് കെ പായസേ, കട്ടിലിൻ്റെ കാൽക്കിൽ, പളങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിലാണ് കോട്ട്, പായ എന്ന് പറഞ്ഞാൽ കാൽഭാഗം, കാലിൻ്റെ ഭാഗം, കാൽക്കിൽ സട്കർ ചേർന്നിട്ട് ബൈട്ട്ന സീക്ലിയാത്ത, രാത്രി കഴിഞ്ഞാൽ എൻ്റെ മഹാദേവർമ്മ പറയണ എൻ്റെ കട്ടിലിൻ്റെ കാൽക്കിൽ വന്നിട്ട് ചേർന്നിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഇരിക്കാനായിട്ട് അവൾ സീക്ലിയാത്ത പഠിച്ചിരുന്നു എന്ന് പറയുന്നത്. പർവഹാൻ ഗന്ധ എന്ന കർണയ്ക്ക് ആദത്ത്, ഗന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിനമാക്കുക, ഗന്ധ എന്ന കർണയ്ക്ക് ആദത്ത് അവിടെ മലിനമാക്കാതിരിക്കാനുള്ള ശീലം, ആദത്ത് എന്ന ഹാബിറ്റ്. കുച്ച് ദിനോക്ക് അഭ്യാസേ പഠിച്ചക്കി, കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് അതും അവൾ പഠിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ മലിനമാക്കാതെ ആ കട്ടിലിൻ്റെ അടുത്ത് കാൽക്കൽ ചേർന്നിരിക്കാനായിട്ട് അവൾ പഠിച്ചു. അതുപോലെ തന്നെ അവിടെ മാലിന്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ മലിനമാക്കാതിരിക്കാനുള്ള ശീലം കുറച്ച് ദിവസത്തിനുള്ള അവൾ പ്രാക്ടീസ് ചെയ്തു എന്ന് പറയുന്നത്. अंधेरा होते ही वह मेरे कमरे में पलंग के पास आ बैठती और फिर सवेरा होने पर ही बाहर निकलती. അന്ധേര ഹോത്തെ ഹി, അന്ധേര എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഇരുട്ടായി കഴിഞ്ഞാൽ സോന മേരെ കമരമേ പളങ്ക് കെ പാസ് ആ ബൈഠത്തി, എൻ്റെ റൂമിൽ കട്ടിലിൻ്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നു. ഫിർ സവേര ഹോനെ പർ ഹി ബാഹർ നികൽത്തി, എന്നിട്ട് രാവിലെ ആയി കഴിഞ്ഞാലോ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ സോന എന്ന് പറയുന്നത് ആ വീട്ടിലൊരു അംഗമായിട്ട് മാറി മഹാദേവർമ്മയുടെ കൂടെ അവൾ വളരാനായിട്ട് തുടങ്ങി. രാത്രി കഴിഞ്ഞാൽ കട്ടിലിൻ്റെ കാൽക്കിൽ വന്ന് നിൽക്കും, നേരം വെളുത്ത് കഴിഞ്ഞാൽ അവൾ
റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ക്രമത്തിലേക്ക് അവിടെ എത്തി എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ സോനേനെ എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണെന്ന് പറയുന്നത്, शिकारियों की आहट सुनकर सभी मृग समूह चौंकर भागा, लेकिन सोना की मां सद्य प्रसूता होने के कारण उसे भागने में असमर्थ रही और सद्यजात मृग शिशु को भी भाग नहीं सकता था. अंत में मृगी मां ने अपना प्राण खो दिए. ഇതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ മഹാദേവർമ്മയുടെ അടുത്തേക്ക് അവിടെ എത്തുന്നത്. ഇതിലേക്ക് മഹാദേവർമ്മയ്ക്ക് നൗകറാണി കാ നാം താ ഭക്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.